ഊരാലുങ്കൽ എന്ന് കേട്ടാൽ ചുവപ്പ് കണ്ട കാളയെ പോലെയായിരുന്നു ഒരു മാസം മുൻപ് വരെ UDF നേതാക്കളുടെ അവസ്ഥ. അതായത് ഭരണത്തിലേക്ക് എത്തുന്നതിന് മുൻപ് പ്രതിപക്ഷത്തിരുന്ന കാലത്തൊക്കെയും അങ്ങനെ തന്നെയായിരുന്നു. അഴിമതി, സ്വജനപക്ഷപാതം, കരാർ വ്യവസ്ഥകളുടെ ലംഘനം, ആരോപണങ്ങളുടെ പെരുമഴയായിരുന്നു. ഇന്നിപ്പോ ഊരാലുങ്കലിന് ക്ലീൻ ചിറ്റ് നൽകുകയാണ് സർക്കാർ. വിമർശനമെല്ലാം വിഴുങ്ങിക്കൊണ്ട് വിമർശനം വിഴുങ്ങുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 101 വർഷങ്ങൾക്ക് മുൻപ് വാഗ്ഭടാനന്ദനാണ് തൊഴിലാളികളുടെ ഉടമസ്ഥതയിലുള്ള ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ പിറവിക്ക് കാരണമായത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള പ്രവർത്തനങ്ങളിൽ 10,000-കണക്കിന് കുടുംബങ്ങളുടെ അത്താണിയായിരുന്ന ഒരു സ്ഥാപനത്തെ വിമർശനത്തിന്റെ പേരിൽ മാത്രം ആരോപണങ്ങളുടെ പെരുമഴയാണ് UDF നേതാക്കൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുയർത്തിയത്. ചില നേതാക്കളുടെ വിമർശനങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ആദ്യം നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, നേരത്തെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുന്നു. ഖജനാവ് കൊള്ളയടിക്കുന്നു, ഊരാലുങ്കൽ സൊസൈറ്റിയെ വെച്ച് ഖജനാവ് കൊള്ളയടിക്കുന്നു, കള്ളപ്പണം വെളുപ്പിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു VD സതീശൻ ഉന്നയിച്ചത്. കേരളത്തിലെ ഖജനാവിനെ കൊള്ളയടിക്കുന്ന ഒരു സ്ഥാപനമാണ് ഊരാലുങ്കൽ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവായിരിക്കെയുള്ള VD സതീശന്റെ പരാമർശം. ഇതിന് കൂട്ടുനിൽക്കുന്നത് അന്നത്തെ ഇടതുമുന്നണി സർക്കാരിനെ നയിക്കുന്ന CPIM ആണെന്നും VD സതീശൻ വിമർശിച്ചിരുന്നു. ആ പ്രതികരണത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. CPM-ന്റെ അഴിമതി പണം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഊരാലുങ്കൽ സൊസൈറ്റി. ഹാൻഡ് ഓൺ വർക്ക്, അതായത് എത്ര വർക്ക് ഇപ്പോൾ ചെയ്യുന്നുണ്ട് എന്ന സർട്ടിഫിക്കറ്റ് വേണ്ട. കേരളത്തിലെ ബാക്കി എല്ലാ ലേബർ സൊസൈറ്റിക്കും ബാധകമാണത്. പക്ഷെ ഊരാളുങ്കലിന് വേണ്ട. ഊരാളുങ്കലിന് ടെൻഡർ വേണ്ട. ഊരാളുങ്കൽ തന്നെയാണ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നത്. 100 കോടി രൂപയുടെ വർക്കിന്റെ എസ്റ്റിമേറ്റ് 200 കോടി എന്ന് ഊരാളുങ്കൽ പറഞ്ഞത്. 200 കോടിയാണ് എസ്റ്റിമേറ്റ്. 500 കോടി രൂപയുടെ പരിപാടി 750 കോടി എന്ന് ഊരാളുങ്കൽ പറഞ്ഞാൽ എസ്റ്റിമേറ്റ് 750 കോടിയാണ്. CPM-ന്റെ അഴിമതി പണം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഊരാലുങ്കൽ സൊസൈറ്റി എന്ന ഗുരുതരമായ ആരോപണം ഞാൻ ഉന്നയിക്കുക. CPM-ന്റെ അഴിമതി പണം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഊരാലുങ്കൽ സൊസൈറ്റി. അവർക്ക് വഴിവിട്ട് കേരളത്തിലെ പ്രവർത്തികൾ കൊടുക്കുകയാണ്. കേരളത്തിൽ എവിടെ നോക്കിയാലും വേറെ കരാറുകാർക്കൊന്നും ഇനി കാര്യമില്ല. കേരളത്തിൽ എല്ലാ വർക്കും ഊരാലുങ്കലിലേക്കാണ്. യെസ്, ക്ലിയർ ആണല്ലോ. പ്രതിപക്ഷ നേതാവായിരിക്കെ VD സതീശൻ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. ഇനി രണ്ടാമൻ, അത് KC വേണുഗോപാലാണ്. അഴിമതിയുടെ പ്രഭവ കേന്ദ്രം തന്നെ ഊരാലുങ്കൽ സൊസൈറ്റി എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങളിൽ ഒന്ന്. മറ്റൊന്ന്, ടെൻഡർ ഇല്ലാതെ കരാർ നൽകുന്നുണ്ട് ഈ ഊരാലുങ്കലിന്. മോദിക്ക് അദാനിയെ പോലെയാണ് പിണറായിക്ക് ഊരാലുങ്കൽ എന്നും പറഞ്ഞത് KC വേണുഗോപാലാണ്. അതായത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഈ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ AICC സംഘടനാ ജനറൽ സെക്രട്ടറിയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുകയും ചെയ്തിരുന്ന മുതിർന്ന നേതാവ് KC വേണുഗോപാൽ നടത്തിയത്. അഴിമതിയുടെ പ്രഭവ കേന്ദ്രം ഊരാലുങ്കലാണെന്നും ടെൻഡർ ഇല്ലാതെ സർക്കാർ കരാറുകൾ നൽകുന്നുവെന്നും മോദിക്ക് അദാനിയെ പോലെയാണ് പിണറായിക്ക് ഊരാലുങ്കൽ എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. KCയുടെ ആരോപണവും നമ്മുടെ കൈവശമുണ്ട്, അതിലേക്ക്. ഏറ്റവും അഴിമതി നിറഞ്ഞ സർക്കാരായിരുന്നു കഴിഞ്ഞ 5 വർഷത്തെ, പ്രത്യേകിച്ച് പിണറായി വിജയൻ സർക്കാർ. കേരളത്തിലെ CPM-ന്റെ സാമ്പത്തിക സ്രോതസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഊരാലുങ്കൽ സൊസൈറ്റിയാണ്. അവർക്ക് എല്ലാ പ്രധാനപ്പെട്ട കരാറുകളും കൊടുക്കുക, ആ കരാറുകളിൽ സൊസൈറ്റി എന്നുള്ള ആനുകൂല്യം കൊടുത്ത് ടെൻഡർ ഇല്ലാതെ നടപടി സ്വീകരിക്കുക, ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി മോദിക്ക് അദാനി എങ്ങനെയാണോ അതുപോലെയാണ് ശ്രീ പിണറായി വിജയന് ഈ ഊരാലുങ്കൽ സൊസൈറ്റി. തീർച്ചയായിട്ടും ആദ്യത്തെ നടപടികൾ ഒന്നതായിരിക്കും. അനധികൃതമായിട്ടുള്ള കരാറുകളിലൂടെ കോടിക്കണക്കിന് രൂപ കേരളത്തെ നഷ്ടപ്പെടുത്തിയ അതിനെതിരായിട്ടുള്ള അന്വേഷണം ഉണ്ടാവും. യെസ്, അതാണ്. UDF സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ആദ്യത്തെ അന്വേഷണ ഉത്തരവ് ഊരാലുങ്കൽ സൊസൈറ്റിക്കെതിരെ ആയിരിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടി പരിഗണിക്കപ്പെട്ടിരുന്ന KC വേണുഗോപാൽ പറഞ്ഞു. ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് വന്നത് VD സതീശനാണെങ്കിലും ഈ AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെയാണ്. ഊരാലുങ്കലിനെതിരെ വേണമെങ്കിൽ അദ്ദേഹത്തിന് സർക്കാരിനോട് പറയാം, ഒരു കേസ് എടുത്ത് അന്വേഷണം നടത്തണമെന്ന്. പക്ഷെ അതുണ്ടായില്ലെന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ നമുക്ക് ചെന്നിത്തല അന്ന് നടത്തിയ പരാമർശങ്ങൾ കൂടി കേൾക്കേണ്ടതുണ്ട്. ചെന്നിത്തല ഉയർത്തിയ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഊരാലുങ്കലിന് ചട്ടം ലംഘിച്ച് കരാർ നൽകിയതിലും ഡേറ്റാബേസ് തുറന്നു നൽകിയതിലും അന്വേഷണത്തിന് ഗവർണർക്ക് കത്ത് നൽകുകയായിരുന്നു രമേശ് ചെന്നിത്തല. സർക്കാർ ധൂർത്താണ് നടത്തുന്നതെന്നായിരുന്നു ചെന്നിത്തലയുടെ അന്നത്തെ ആരോപണം. ആ പ്രതികരണം കേൾക്കാം. രാജ്യസുരക്ഷയുമായും അതോടൊപ്പം സംസ്ഥാനത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വ്യക്തികളുടെ ഡീറ്റെയിൽസ് അതിലുണ്ടാകും. അതെല്ലാം അങ്ങനെ വെളിയിൽ കൊടുക്കുന്നത് ശരിയായ നടപടിയല്ല. ഒന്ന്.
രണ്ട്, ഇത് അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങളുണ്ട്, അതിന് നടപടിക്രമങ്ങളുണ്ട്. അതെല്ലാം പാലിച്ചാണോ ഇത് കൊടുത്തിട്ടുള്ളതെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇത്തരം ഡേറ്റാസ് പോലീസിൻ്റെ കയ്യിൽ ഇരിക്കേണ്ട ഒന്നാണ്. അതിനല്ലെങ്കിൽ പ്രത്യേക സംവിധാനം പോലീസിൽ തന്നെ ഉണ്ടാക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് ഊരാളുങ്കൽ പോലെയുള്ള ഒരു സൊസൈറ്റിക്ക് ഇത് നൽകുന്നത് അങ്ങേയറ്റത്തെ അപകടകരമായ ഒരു കാര്യമാണ്. യെസ്, അപ്പൊ കേസിക്കും വീടിക്കും ആർസിക്കും ഊരാളുങ്കലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് നമ്മൾ കേട്ടത്. ഇനി മറ്റൊരാൾ കൂടിയുണ്ട്, അത് KM ഷാജിയാണ്. ഊരാളുങ്കലിന് എല്ലാ കരാറും നൽകുകയാണ് ഈ കഴിഞ്ഞ സർക്കാർ. വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടാണ് കരാർ നൽകിയത്. കേരളത്തിന്റെ അദാനിയാണ് ഊരാളുങ്കൽ എന്നാണ് മുസ്ലിം ലീഗ് നേതാവും ഇന്നത്തെ മന്ത്രി കൂടിയായ KM ഷാജി ഊരാളുങ്കലിനെ കുറിച്ച് പറഞ്ഞത്. മാത്രമല്ല, ഗ്രാമങ്ങളിൽ പോലും വ്യവസ്ഥകൾ ലംഘിച്ച് കരാർ നൽകുന്നു എന്നായിരുന്നു KM ഷാജിയുടെ ആരോപണം. അതുകൂടി കേൾക്കാം. പഞ്ചായത്തിലെ ഇടപെടി പോലും ഊരാലുങ്കൽ, കണ്ണാടിപ്പറമ്പിൽ നടക്കുന്ന വർക്ക് പോലും എല്ലാം ഊരാലുങ്കൽ. ഇത് യഥാർത്ഥത്തില് കേരളത്തിലെ അദാനിയാണ് ഈ ഊരാലുങ്കൽ. അദാനി എങ്ങനെയാണോ പ്രധാനമന്ത്രിയുടെ കള്ളപ്പണത്തെ വെളുപ്പിക്കുന്നത് എന്നതുപോലെ മുഖ്യമന്ത്രിയുടെയും സഖാക്കളുടെയും കള്ളപ്പണം വെളുപ്പിക്കുന്ന കേരളത്തിന്റെ അദാനിയാണ് ഈ പറയുന്ന ഊരാലുങ്കൽ എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ ആരോപണങ്ങളും LDF സർക്കാരിന്റെ കാലത്ത് ഉന്നയിക്കുകയും പുതിയ സർക്കാരിന്റെ കാലത്ത് അല്ലെങ്കിൽ സ്വന്തം സർക്കാരിന്റെ കാലത്ത് വിഴുങ്ങുകയും ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇന്നത്തെ മന്ത്രി PK ബഷീറിന്റെ പ്രതികരണത്തിലേക്ക് കൂടി. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രതികളിൽ ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നടപടിക്രമങ്ങൾ പാലിക്കാതെ പ്രവൃത്തി അനുവദിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രതികളെല്ലാം തന്നെ ഗുണനിലവാര പരിശോധന കർശനമായി പാലിക്കുന്നുണ്ട്. PWD മാനുവൽ, SBD കണ്ടീഷൻ എന്നിവ അനുസരിച്ചാണ് ഇവ നടപ്പിലാക്കുന്നത്. ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതായി ക്വാളിറ്റി കൺട്രോൾ മാനുവൽ അവലംബിച്ചു വരുന്നു. ഗുണനിലവാര പരിശോധന ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് കരാറുകാർക്ക് ബിൽ തുക നൽകുന്നത്. യെസ്, അപ്പൊ അതാണ് ഊരാളുങ്കലിനെ കുറിച്ച് പൊതുമരാമത്ത് മന്ത്രി ഒന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അന്വേഷിച്ചപ്പോൾ അങ്ങനെ ക്രമവിരുദ്ധമായി ഒന്നും അറിയാനും പറ്റിയിട്ടില്ല. UDF നേതാക്കൾ മുൻപ് പറഞ്ഞ ആരോപണങ്ങൾ ഇനി പിൻവലിക്കുമോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. മുൻ മന്ത്രി VN വാസവൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് വൈകി വന്ന വിവേകം എന്നാണ്. ആ പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ലോകത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഏറ്റവും നല്ല സഹകരണ സംഘങ്ങളിലൊന്നാണ്. അതുകൊണ്ടാണ് വേൾഡ് കോഓപ്പറേറ്റീവ് മോണിറ്റർ അവരെ തിരഞ്ഞെടുത്തിരുന്നത്. അത് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തുണ്ടായിരുന്ന പലർക്കും അത് ബോധ്യപ്പെടാതെയും പരിഹാസത്തോടു കൂടി അതിനെ കാണുകയും ചെയ്തിരുന്നു. വിമർശനം ഉയർത്തിയവർക്ക് തന്നെ യാഥാർത്ഥ്യബോധത്തോടെ ആ പ്രശ്നത്തെ സമീപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രിയുടെ മറുപടിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്.